പ്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 56-ാമത്തെ വാക്യം. താൻ വാഗ്ദാനം ചെയ്തതുപോലെയൊക്കെ തന്റെ ജനമായ ഇസ്രായേലിന് സ്വസ്ഥത നൽകിയിരിക്കുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ തന്റെ ദാസനായ മോശ മുഖാന്തരം അരുളി ചെയ്ത അവന്റെ നല്ല വാഗ്ദാനങ്ങൾ എല്ലാറ്റിലും വെച്ച് ഒന്നെങ്കിലും ദുഷ്ഫലമായി ഇല്ലല്ലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്ത. നമ്മൾ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് തന്റെ ജനമായ ഇസ്രായേലിന് സ്വസ്ഥത നൽകിയിരിക്കുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്കൊരു കാര്യമില്ല, ഇന്ന് ലോകത്തിൽ സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. എല്ലാ മതങ്ങളും ഉണ്ട്, എല്ലാ മതത്തിന്റെ നേതാക്കന്മാരുമുണ്ട്, മതങ്ങൾക്കെല്ലാം ദൈവങ്ങളുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എവിടെ നോക്കിയാലും സ്വസ്ഥതയും സമാധാനം ഇല്ലാത്തൊരു അനുഭവമാണ്. ആൾ ദൈവങ്ങളെ മുട്ടയിട്ടെന്ന് ഭൂമി നടക്കാൻ പറ്റത്തില്ല, അത്രമാത്രം ആൾ ദൈവങ്ങൾ പെരുകി. അല്ലെങ്കിൽ ആൾ ദൈവങ്ങൾ മുഖാന്തരം മനുഷ്യന്റെ സ്വസ്ഥതയും നഷ്ടപ്പെട്ടു, സമാധാനം നഷ്ടപ്പെട്ടു. പുതിയ നിയമത്തിലേക്ക് വരും നമ്മൾ കാണും, നമ്മുടെ ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവമാണെന്നാണ്. സമാധാനത്തിന്റെ ദൈവം നമ്മുടെ കൂടെ വസിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ കലക്കത്തിന്റെ ശക്തികൾ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കലക്കം ഉണ്ടാക്കുന്നവരാണ് സാത്താന്യ ശക്തികളാണ്, സമാധാനം നൽകുന്ന ദൈവം. എന്നാൽ ഈ കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യമുള്ള 800 കോടി ജനവും സ്വസ്ഥതയും സമാധാനം അനുഭവിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ ദൈവത്തിന് ആണും പെണ്ണും ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് എല്ലാവരും മക്കളാണ്. മനുഷ്യൻ ജാതി ഉണ്ടാക്കി, ജാതി തിരിച്ചു. മനുഷ്യൻ മതം ഉണ്ടാക്കി, മതങ്ങളെ വെവ്വേറെയാക്കി. മനുഷ്യൻ ദൈവം ഉണ്ടാക്കി, ദൈവങ്ങളെ ഉണ്ടാക്കി. അല്ലരിയ. മനുഷ്യൻ ദൈവത്തെ ഉണ്ടാക്കി, അല്ലരിയ. പിന്നെ ദൈവങ്ങളെ ഉണ്ടാക്കി. എന്നാൽ സൃഷ്ടാവായ ദൈവം ഇതൊക്കെ കണ്ടിട്ട് ചിരിക്കുകയാണ്. മനുഷ്യൻ തന്നെ ചെയ്തു കൂട്ടിയിട്ട് ഭയങ്കരമായ കലക്കങ്ങളും അസ്വസ്ഥതയും കൊണ്ടുവരുമ്പോൾ നമ്മുടെ ദൈവം പറയാണ് തന്റെ ജനമായ ഇസ്രായേലിന് സ്വസ്ഥത നൽകിയിരിക്കുന്ന ഇപ്പോൾ വാഴ്ത്തപ്പെട്ടത്. അപ്പൊ ദൈവം എല്ലാവർക്കും സ്വസ്ഥത നൽകുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ സഹോദരങ്ങൾ പറയട്ടെ, ലോകമെമ്പാടും നിങ്ങൾ പരിശോധിച്ച് നോക്കിയായിട്ട് സ്വസ്ഥത മനുഷ്യനില്ല, സമാധാനമില്ല. ഞാൻ ഓരോ ദിവസവും അനവധി ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ വിളിക്കുന്നവരെല്ലാം സ്വസ്ഥതയില്ല പാസ്റ്റർ, സമാധാനമില്ല പാസ്റ്റർ, ഞങ്ങൾക്ക് ഒരു പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. ചിലരുടെ വിഷയങ്ങൾ ചോദിക്കാൻ പറയത്തില്ല പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ വിഷയം അറിയാതെ എങ്ങനെ പ്രാർത്ഥിക്കുക? പിന്നെ നമ്മളങ്ങ് പ്രാർത്ഥിക്കും. എൻ്റെ ഒരു കുടുംബത്തിൽ സമാധാനം വരാൻ വേണ്ടി. അപ്പൊ ചിലർക്ക് പുറത്ത് പറയാൻ കഴിയാത്ത വിധത്തിനകത്ത് കുടുംബത്തിന്റെ സ്വസ്ഥതയും നഷ്ടപ്പെട്ടു, സമാധാനം നഷ്ടപ്പെട്ടു. അങ്ങനെ ജീവിതം വളരെ പിരിമുറുക്കത്തോടെ കടന്നു പോവുകയാണ്. എത്ര കുടുംബങ്ങളാണ് അങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്നത്, എത്ര കുടുംബങ്ങളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടം നമുക്കറിയാം, കുടുംബത്തിനകത്താണ് ഏറ്റവും വലിയ സ്വസ്ഥതയും സമാധാനം വേണ്ടത്. നമ്മുടെ കുടുംബത്തിനകത്ത് സ്വസ്ഥതയും സമാധാനം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എത്ര സന്തോഷകരമായി മാറും. അല്ലേറിയ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്വസ്ഥതയും സമാധാനമുള്ള ജീവിതം. അപ്പനും അമ്മയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും അമ്മായിമ്മ മരുമകളൊക്കെ തമ്മിൽ സ്വസ്ഥത സമാധാനമുള്ള ജീവിതം. മദ്യത്തിനും മയക്കുമരുന്നിനും പാൻപസ ലഹരിക്കും ഇടം കൊടുക്കാത്ത നല്ല കുടുംബം. അല്ലേറിയ. ദൈവസാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന കുടുംബത്തിനകത്ത് വലിയ സ്വസ്ഥത സമാധാനമുണ്ട്. അല്ലേലിയ. ചില ഭവനങ്ങളിലൊക്കെ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കണ്ണുതിര് ഒഴുക്കേണ്ടി വരും. നമ്മൾ വളരെ ആഗ്രഹത്തോടെ ചില കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കാൻ കടന്നു ചെല്ലും. നമ്മളെ വിളിക്കുമ്പോൾ അവിടെ കടന്നു ചെല്ലുകയും ചെയ്യും. അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ കുടുംബത്തിനകത്തെ പുകച്ചിൽ അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ പ്രൈസ് വളരെ വേദനയാണ്. ഞാൻ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇത്തരം കുട്ടികളൊന്നും കണ്ടിട്ടില്ല. ഞങ്ങളുടെയൊക്കെ ചെറുപ്രായത്തിൽ ഞങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ളവർ കണ്ടിട്ടുണ്ട്. പണ്ടത്തെ കാലഘട്ടത്തിൽ ഈ കരണ്ടും വൈദ്യുതിയും ഗ്യാസും ഒക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ അമ്മമാരൊക്കെ വിറക് കീറിയിട്ട് അല്ലെങ്കിൽ അടുപ്പിച്ച് കത്തിക്കുമായിരുന്നു. അപ്പൊ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇരുമ്പൂളെന്ന് പറഞ്ഞൊരു മരമുണ്ട്. ഇരുമ്പൂള് ലരിയ വളരെ കട്ടിയുള്ള മരമാണ്. അപ്പൊ ഞങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വനത്തിൽ പോയി വിറക് പിറക്കിക്കൊണ്ടുവന്ന് തീ കത്തിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ വനത്തിലൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങൾ പമ്പ വനത്തിനടുത്ത് താമസിച്ചു. ഇന്നും താമസിക്കുന്ന കുടുംബമൊക്കെ അവിടെ. അപ്പൊ അവിടെ വനത്തിൽ ചെല്ലുമ്പോൾ നല്ല ഇരുമ്പൂള് വിറകൊക്കെ മഴക്കാലത്ത് കാറ്റൊക്കെ ഒടിഞ്ഞ് വീണത് അവിടെ ഉണങ്ങി അമ്മയെ കിടക്കുന്നതാണ്. അപ്പൊ ഞങ്ങൾ വിറകായിട്ട് പിറക്കിക്കൊണ്ടുവന്ന് തീ കത്തിക്കാൻ. അപ്പൊ ആ ഇരുമ്പൂളിന്റെ വിറക് അമ്മയെ അടുപ്പിലിട്ട് തീ കത്തിക്കുന്നവരുടെ എന്ത് ചെയ്യും, ആ ഇരുമ്പൂളില്ലേ അപ്പൊ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. അപ്പൊ പാട്ട് കൊള്ളുന്ന കൊള്ളു ചൂതുക, കൊള്ളു ചൂടുത്താനും പറ്റില്ല. കത്തിക്കഴിഞ്ഞാൽ പിന്നെ ചില ഉപ്പുകല്ല് അടുപ്പിട്ട് പൊട്ടിത്തെറിക്കുന്ന പോലെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. അദ്ദേഹത്തൊക്കെ വീട് പൊള്ളുകയും ചെയ്യും ഇരുമ്പൂളിന്റെ വിറക്. നിങ്ങൾക്ക് അറിയാൻ നിങ്ങൾ ചിന്തിച്ചു നോക്കട്ടോ, അല്ലെങ്കിൽ തലമുറ പഠിക്കണം. പഴമക്കാർക്ക് കാര്യം അത് പറഞ്ഞിട്ട് ഈ ഇരുമ്പൂളിന്റെ വിറക് അടിപിടിട്ട് പൊട്ടിത്തെറിച്ച് മറ്റുള്ള ശരീരത്തിൽ പൊള്ളലേൽപ്പിക്കുന്ന പോലെ തന്നെയാണ് ഇന്ന് പല കുടുംബങ്ങളിൽ ചെന്നാൽ. നമ്മൾ ആ ഭവനത്തിലേക്ക് ചെയ്യുന്നവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, സമാധാനത്തിന് സ്വസ്ഥതയ്ക്ക് വേണ്ടി അവർക്ക് വേണ്ടി കണ്ണീരോടെ ഇടിവിന്ന് പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ഈ അടിപ്പിലിട്ട് ഇരുമ്പുളും പിറക് ആമി കത്തുമ്പോൾ തീ പൊട്ടിത്തെറിച്ചും ആമെ വേദനിപ്പിക്കുന്ന പോലെ
അവരുടെ ഉള്ളിലെ ആ പ്രശ്നങ്ങൾ മുഴുവൻ പുറത്തേക്ക് വരും. പിന്നെ കുടുംബത്തിൽ സ്വസ്ഥതയും നഷ്ടപ്പെടും, സമാധാനം നഷ്ടപ്പെടും. എൻ്റെ ഏരിയ എന്നോട് ഒത്തിരി ആളുകൾ പറയാറുണ്ട്, ഞാൻ അല്ലെങ്കിൽ എൻ്റെ മനസ്സിന് സ്വസ്ഥതയില്ല, സമാധാനമില്ല, എൻ്റെ മനസ്സ് നിരാശപ്പെട്ടു പോയെന്ന്. ഞാൻ അവരേക്ക് ഓർത്ത് വളരെ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. സ്വന്തം ഞാൻ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ഒരാളായതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ളവർ എന്നോട് ആ വിഷയങ്ങൾ പറയുമ്പോൾ എനിക്ക് വരാൻ ഭാരമാണ്, ഞാൻ അത് ഏറ്റെടുക്കും. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കേട്ടാൽ അത് പിന്നെ അവരോട് പ്രാർത്ഥിക്കുന്നത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രൈസ്. എൻ്റെ ആവശ്യം അത് തന്നെയാണ്. ഞാനൊരു സ്വസ്ഥത സമാധാനം അനുഭവിച്ചതുപോലെ എനിക്ക് മുമ്പിൽ നിൽക്കുന്ന എല്ലാ ജനങ്ങളും, അതിനകത്ത് മതമില്ല, ജാതിയില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാനൊരു മതത്തിന്റെ ഉപദേശകനായിട്ടോ ഒരു മതത്തിന്റെ പ്രസംഗകനായിട്ടോ ഒരു മതത്തെ വളർത്താനൊന്നും പ്രസംഗിക്കുന്ന ആളല്ലേ. അല്ലെങ്കിൽ ലോകമെമ്പാടും കഷ്ടം സഹിക്കുന്ന ജനത്തിന്റെ സ്വസ്ഥത ഞാൻ ആഗ്രഹിക്കുന്നു, അവരുടെ സമാധാനം ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു അനുഭവത്തിൽ നമ്മുടെ കുടുംബങ്ങളൊക്കെ വരികയാണെങ്കിൽ ഈ കാണുന്ന അണ്ടഘടാകത്തെ നമ്മെ ചകലാണ്ടത്തിലൂടെയും ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്നവൻ അല്ലെങ്കിൽ ഈ പ്രകൃതിയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. പ്രൈസ് ലോർഡ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, ദൈവത്തിന്റെ ആത്മാവ് ശക്തമായ ഒരു ദൂത് നിന്നോട് അറിയിക്കുന്നത്, നിനക്ക് സ്വസ്ഥതയും സമാധാനം ദൈവം നൽകാൻ ആഗ്രഹിക്കുക. തന്റെ ജനമായ ഇസ്രായേലിന് സ്വസ്ഥത നൽകിയിരിക്കുന്ന യഹോവ വാഴ്ത്തപ്പെടണം എന്ന് പറഞ്ഞവരെ ദൈവം തന്റെ ജനത്തിന് സ്വസ്ഥതയും സമാധാനം നൽകുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ലോർഡ്. നിങ്ങളത് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ കർത്താവോട് പറയണം, കർത്താവ് സ്വസ്ഥത സമാധാനം നൽകണമെന്ന്. ഈ പലരും മതം ഉള്ളിൽ കയറി കിടക്കുന്നതുകൊണ്ട് ആ മതത്തിന്റെ സ്പർദ്ധ, മതത്തിന്റെ വിദ്വേഷം, ആ മതം എന്ന് പറയുന്ന വിഷം, മതമെന്ന് പറഞ്ഞ വിഷയം സ്പർദ്ധ. മതം നല്ലതാണ്. ആ മതത്തിൽ കൂടി വരുമ്പോൾ എല്ലാവരും എന്തിനും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി, അഭിപ്രായങ്ങൾ പങ്കുവെച്ച് ഒരുവൻ ആമി ഇടിയിൽ നിന്ന് മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിച്ച് തമ്മിൽ ഭാരങ്ങളെ ചുമന്ന് അവരുടെ പരസ്പര വിഷയങ്ങളെ ആമി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പരിഹാരം ഉണ്ടാക്കുന്നതൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളതാണ് മതം. പക്ഷെ ഇന്നത്തെ മതത്തിൽ അതില്ല. അല്ലേലിയ. ഇന്നത്തെ മതങ്ങളെല്ലാം തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന ഈ ലോകത്തിലെ മതം തരാത്ത, മത നേതാക്കന്മാര് തരാത്ത, അല്ലേലിയ, ഈ ലോകത്തിലെ മതങ്ങളുടെ പ്രമാണം തരാത്ത അല്ലേലിയ സ്വതം ഒരു ശക്തമായ സ്വസ്ഥത സമാധാനമാണ് ഈ കാണുന്ന മുഴു ലോകത്ത് സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവം നിങ്ങൾക്ക് തരുന്നത്. അല്ലേലിയ. ഞാൻ പ്രസംഗിക്കുന്ന യേശു അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒറ്റ സഭ സ്ഥാപിച്ചിട്ടില്ല. ഒറ്റ സഭ സ്ഥാപിച്ചിട്ട് പറയാം. ഞാൻ പ്രസംഗിക്കുന്ന യേശു കർത്താവ് ഭൂമിയിൽ ഒരു സഭ പോലും സ്ഥാപിച്ചിട്ടില്ല. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അല്ലെങ്കിൽ സഭ ഉണ്ടായിരുന്നു എന്ന് പറയാനുമില്ല. പ്രൈസ് ലോർഡ്. യേശു ഒരു മതത്തിന്റെ സ്ഥാപകനുമല്ല. പിന്നെ എന്താണ് ഇത് പറയാൻ കാരണം? കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ പഴയ നിയമ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജനത്തിന്റെ പാപത്തിന് പരിഹാരം നടത്തുവാൻ അന്നത്തെ ആ യാഗങ്ങൾക്കും വഴിപാടും കഴിയാതിരുന്നപ്പോൾ യേശു ഭൂമിയിലേക്ക് വന്ന് മനുഷ്യാവതാരമെടുത്തു. അല്ലെങ്കിൽ മനുഷ്യാവതാരമെടുത്ത് 33 തിരുവയസ്സ് നമ്മുടെ ഇടയിൽ ജീവിച്ച് 3.5 വർഷത്തിന്റെ പരസ്യശൂടയില് ജനത്തിന് സ്വസ്ഥതയും സമാധാനം കൊടുത്തു. എൻ്റെ അന്നത്തെ കാലഘട്ടത്തിൽ അവരോട് അലിയ ആമി എതിർപ്പുണ്ടാക്കി, യേശുവിനോട് എതിർപ്പുണ്ടാക്കി, യേശുവിന്റെ വിദ്വേഷം ഉണ്ടാക്കി, ഒരു രാജ്യദ്രോഹിയെ കുറ്റവാളിയെ എൻ്റെ ക്രൂശിക്കുന്നത് പോലെ നമ്മുടെ യേശുവിനെ കല്ലറയിൽ ക്രൂശിച്ചു. എൻ്റെ യേശുവിനെ കല്ലറയ്ക്കകത്ത് ഒതുക്കാൻ ശ്രമിച്ച് കല്ലറയ്ക്ക് ഭേദിച്ച് 3 നാൾ പുറത്തു വന്ന് 40 നാൾ പ്രത്യക്ഷമായി സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി. യേശു പറഞ്ഞ പോയതുപോലെ മടങ്ങി വരും. യേശു സ്വർഗത്തിലേക്ക് കരയേറിപ്പോയിന്റെ 40 നാള് അല്ലേലിയ തിരിച്ച് 50-ാമത്തെ ദിവസം ദൈവം തന്റെ സഭയ്ക്ക് പരിശുദ്ധാത്മാവിനെ നൽകി കൂടിയിരുന്ന 100 പേര്. അപ്പൊ അത് ആ അനുഭവമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ആ പെന്തക്കോസ്ത് നാളിൽ വന്ന അനുഭവം അപ്പോസ്തലർ 2 വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. ആ പെന്തക്കോസ്ത് നാളിലെ അനുഭവമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഞങ്ങളൊരു പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഒരു മതമല്ല. പ്രൈസ്. അതൊരു അനുഭവമാണ്. പ്രൈസ്. ആ അനുഭവത്തിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് നമുക്ക് സ്വസ്ഥത സമാധാനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് മതം വളർത്തുവാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, സുവിശേഷം പ്രചരിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സുവിശേഷം എന്താണ് പ്രചരിപ്പിക്കുന്നത്? സമാധാനത്തിന്റെ കർത്താവായവൻ നിങ്ങൾക്ക് സമാധാനം തരാൻ വേണ്ടി. അപ്പൊ റോമാലേഖനം 16:20 വായിച്ച് നമുക്ക് കാണാം, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ച് കളയുമെന്ന്. അല്ലേലിയ. അപ്പൊ നമ്മുടെ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്. അവൻ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ച് കളയുമെന്ന്. അപ്പൊ ലോകം മുഴുവൻ സാത്താനി ശക്തികൾ വളർന്നുകൊണ്ടിരിക്കുക, സാത്താനി സഭകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. സാത്താൻ തന്റെ തന്ത്രങ്ങൾ കൂടെ ഈ കാലഘട്ടം അനേകരെ വലിച്ചു കൊണ്ടുപോവുകയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും പാൻഡസയിലെ ലഹരിക്കും അടിമകളായി ആമി സാത്താനി സഭയിൽ ചെന്നിട്ട് അവരുടെ ശരീരത്തെ ദണ്ഡിപ്പിച്ചും മുറിവേൽപ്പിച്ചും ആമി മറ്റ് അനവധി അനാശാസ്യ പ്രവർത്തനങ്ങൾക്കും ആമി അവരുടെ ശരീരത്തെ കാഴ്ചവെച്ചു. സാത്താൻ സഭക്കാർ വളർന്നുകൊണ്ടിരിക്കുക. അല്ലേലിയ.
അന്നൊക്കെ ഓൺലൈനിലൂടെ സാത്താന്യ സഭ വളർത്തുന്ന അനവധി കുഞ്ഞുങ്ങളെ കൂടെ പ്രലോഭനത്തിൽ വീഴ്ത്തി കുഞ്ഞുങ്ങൾ ആ സാത്താന്റെ അടിമത്തത്തിൽ വീണ ഗെയിമുകളിലൊക്കെ അകപ്പെട്ട് അനവധി കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്ത സംഭവം നമ്മൾ അറിയാം. എന്നെ കേൾക്കുന്ന പരിശീലിക്കുന്നതാണ്. എന്നെ കേൾക്കുന്ന മാതാവ് പിതാവ് ശ്രോത പറയട്ടെ, നമ്മുടെ ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവമാണ്. ഇത് പകൽ എന്നെ കേൾക്കുന്ന മാതാവ് നിനക്കൊരു സമാധാനത്തിന് സ്വസ്ഥത ദൈവം ആഗ്രഹിക്കുക. എത്ര കാലങ്ങളായി നിന്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥതയും സമാധാനം നഷ്ടപ്പെട്ടത്. മനുഷ്യന്റെ സ്വസ്ഥതയും സമാധാനം നഷ്ടപ്പെടുമ്പോഴാണ് മനുഷ്യൻ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അല്ലേലൂയ. സ്വസ്ഥതയും സമാധാനം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ കുടുംബത്തിനകത്ത് അരാജകത്വം വന്നു കഴിയുമ്പോൾ, അല്ലേലൂയ, കുടുംബത്തിനകത്ത് ഇരുളിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ മനുഷ്യൻ മരിക്കാൻ തീരുമാനിക്കും. അല്ലേലൂയ. അങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആത്മഹത്യകളുടെ എണ്ണം വർദ്ധിക്കുന്നത്. ആത്മഹത്യ ചെയ്തുകൊണ്ട് നിനക്ക് പരിഹാരമുണ്ടോ? ആത്മഹത്യ ചെയ്തുകൊണ്ട് നീ നിത്യ നരകത്തിലേക്ക് പോവുകയാണ്. ആത്മഹത്യ ചെയ്ത ഒരാത്മാക്കളും ദൈവഹിതമല്ലാതെ ദൈവ ഇഷ്ടമല്ലാതെ നമുക്ക് ദൈവം തന്ന ആയുസ് ദൈവം തന്നെ തിരിച്ചെടുക്കാതെ അല്ലാതെ നമ്മുടെ ജീവിതത്തെ ഒടുക്കിക്കളഞ്ഞാൽ ആ ഒടുക്കി നമ്മുടെ ജീവിതത്തെ ഒടുക്കുന്ന കൂടി നിങ്ങളുടെ ആത്മാവ് നിത്യ നരകത്തിലേക്ക് പോവുകയാണ്. ഒരിക്കലും നിങ്ങൾക്ക് അവിടുന്ന് കരകയറാൻ പറ്റത്തില്ല. ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടത്തില്ല. അല്ലേലിയ. ഭൂമി ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ, മരിച്ചുപോയ മനുഷ്യന്റെ എന്തെല്ലാം യാഗങ്ങളും വഴിപാടുകളും നേർച്ചകളും കാഴ്ചകളും ആമി നടത്തിയാലും എന്തെല്ലാം തീർത്ഥാടനം നടത്തിയാലും അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം മരിച്ചുപോയ വ്യക്തിയുടെ ആത്മാവിന്റെ നിത്യശാന്തി നൽകാൻ നമുക്ക് കഴിയില്ല. അല്ലേലിയ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടായി നിങ്ങൾ മരണത്തിന് ഏൽപ്പിച്ച് നിങ്ങൾ സ്വയം ആത്മഹത്യ ചെയ്ത് നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്താതെ വീണ്ടും നിങ്ങൾ സമാധാനത്തിന്റെ ദൈവത്തിലേക്ക് വരണം. അല്ലേലിയ. സമാധാനത്തിന്റെ ദൈവത്തിലേക്ക് വന്നാൽ നിനക്കെതിരെ നിൽക്കുന്ന സാത്താനെ നിന്റെ കാൽക്കീഴ്ത്തലെ ചവിട്ടി മെതിച്ചു കളയുള്ള അധികാരം കർത്താവ് നിനക്ക് തരും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മരണത്തിലേൽപ്പിച്ചു കൊടുക്കരുത്. മരണം കൊണ്ട് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ആത്മഹത്യ എന്ന് പറയുന്ന ഒരു വിഷയങ്ങൾക്ക് പരിഹാരമല്ല. താങ്കൾ താൽക്കാലികം ഈ ഭൂമി തലങ്ങളുടെ ജഡം മാത്രമേ മരിക്കൂ. ആത്മഹത്യ ചെയ്യുമ്പോൾ താങ്കളുടെ ജഡം മാത്രമേ ഇവിടെ മണ്ണിനോട് ചേരുന്നുള്ളൂ. താങ്കളുടെ ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല. നിങ്ങളുടെ ആത്മാവ് ഒരിക്കലും മരിക്കാത്തത് കൊണ്ട് നിങ്ങളുടെ ആത്മാവ് ആ യാതന സ്ഥലത്ത് പോയി കിടന്ന് കഷ്ടം സഹിക്കുക. അല്ലേലിയ. ഈ ഭൂമിയിലെ താൽക്കാലിക കഷ്ടമല്ല, അവിടെ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാനാകാത്ത കഷ്ടം. അല്ലേലിയ. സ്തോത്രം. വിശുദ്ധ ബൈബിൾ എന്ന് പഠിപ്പിക്കുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക സമാധാനം. അപ്പൊ ഇസ്രായേൽ രാജ്യം ശലോമോന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ ദാവീദ് നൽകിയ സാക്ഷ്യം എന്താണ്? ഇപ്പോൾ ഒരു പ്രതിയോഗിയോ വിഗ്രഹമോ ഇല്ല. എന്റെ ദൈവമായ യഹോവ ചുറ്റും എനിക്ക് സ്വസ്ഥത നൽകിയിരിക്കുന്നു എന്നാണ്. ഹല്ലേലൂയ. ഈ 1 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം പറയുന്നത്. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നാൽ ഇപ്പോൾ ഒരു പ്രതിയോഗിയോ വിഗ്രഹമോ ഇല്ലെന്നാണ്. സമാധാനത്തിന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ വന്നാൽ നിനക്കൊരു പ്രതിയോഗിയോ ഒരു വിഗ്രഹം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. ഒരു പ്രതിയോഗ വിഗ്രഹമില്ല. എന്റെ ദൈവമായ യഹോവ എനിക്ക് ചുറ്റും സ്വസ്ഥത നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ശലോമോന്റെ കയ്യിൽ രാജ്യം ഏൽപ്പിക്കും ദാവീദ് നൽകിയ സാക്ഷ്യമാണ്. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവമക്കളെ, യഹോവ നിങ്ങൾക്ക് ചുറ്റും സ്വസ്ഥത നൽകുന്നു. യഹോവ നിങ്ങൾക്ക് ചുറ്റും സ്വസ്ഥത നൽകുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിനകത്ത് സ്വസ്ഥതയുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം സ്വർഗമായി മാറും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സാത്താൻ നിന്റെ കുടുംബത്തെ നരകത്തിന് സമാനമായ അനുഭവത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഇത് പകൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നത്, യേശു നിനക്ക് സ്വസ്ഥത നൽകാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ സ്വസ്ഥതയെ നശിപ്പിക്കുന്ന ശത്രുക്കളെ കർത്താവ് അകറ്റിക്കളയും. നീ ദൈവത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ സ്വസ്ഥതയെ നശിപ്പിക്കുന്ന, നിങ്ങളുടെ വിശ്രമത്തെ നശിപ്പിക്കുന്ന, നിങ്ങളുടെ സമാധാനത്തെ നശിപ്പിക്കുന്ന, നിന്റെ കുടുംബത്തെ നശിപ്പിക്കുന്ന ശത്രുവിനെ കർത്താവ് അകറ്റിക്കളയുമെന്ന്. പ്രൈസ് ദി ലോർഡ്. അതിന് നീ കർത്താവിലേക്ക് ഒന്ന് വരണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരുപാട് സ്വസ്ഥത നഷ്ടപ്പെട്ട്, വിശ്രമം നഷ്ടപ്പെട്ട്, വളരെ സമാധാനം നഷ്ടപ്പെട്ട് കണ്ണുനീരിലൂടെ കടന്നുപോയ സമയങ്ങളുണ്ട്. ഹല്ലേലൂയ. നിങ്ങളെപ്പോലൊക്കെ മരിച്ചാൽ മതി ചിന്തിച്ച കാലഘട്ടം മരണത്തിന് വേണ്ടി പലപ്പോഴും ഒരുങ്ങിയ സന്ദർഭങ്ങളുണ്ട്. പക്ഷേ തന്റെ ജനമായി ഇസ്രായേലിന് സ്വസ്ഥത നൽകിയിരിക്കുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവെന്ന് പറഞ്ഞ പോലെ ആ കർത്താവ് എനിക്ക് സ്വസ്ഥത നൽകിയപ്പോഴേ എൻ്റെ ജീവിതത്തിലുണ്ടായ ഇരുളുകൾ മുഴുവൻ മാറിപ്പോയി. എൻ്റെ ഹൃദയം നിറച്ച് ഇരുളായിരുന്നു. ഇരുളിന്റെ ശക്തികളായിരുന്നു. ഇരുളെന്ന് പറഞ്ഞ സാത്താനാണ്. അവൻ ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾ, ഇരുട്ടിന്റെ അധികാരം നമ്മുടെ മേൽ വെച്ച് വാഴിക്കും. അങ്ങനെ തകർന്നു പോയ എൻ്റെ ജീവിതത്തിലേക്ക് സ്വസ്ഥത നൽകുന്ന ദൈവത്തിന്റെ സമാധാനം വന്നപ്പോൾ എനിക്ക് ആ സമാധാനം അനുഭവിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് സമാധാനത്തോടു കൂടി വചനം പങ്കുവെക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ കർത്താവ് നിങ്ങൾ അകറ്റികളെ. നിങ്ങളുടെ ശത്രുക്കളെ ആമൻ ശത്രുവായി ആമൻ ഹല്ലേലൂയ അവൻ നിങ്ങൾക്കെതിരെ വെച്ചുകൊണ്ടിരിക്കാതെ നിങ്ങളുടെ ശത്രുവിനെ അവൻ നീക്കി. ഹല്ലേലൂയ. നിങ്ങൾക്ക് സമാധാനം കൽപ്പിച്ചല്ലോ. ഹല്ലേലൂയ.
അതുകൊണ്ട് നിങ്ങൾ കർത്താവിന്റെ വിശ്രമത്തെ നിങ്ങൾ സ്വീകരിക്കണം. പ്രൈസലോ ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് വരണം. ഹല്ലേലൂയ. മോശ ഇസ്രായേലിന് കൊടുക്കുന്ന ചില നിയോഗങ്ങളുണ്ട്, ചില കൽപ്പനകളുണ്ട്. അങ്ങനെ കൊടുത്ത കൂട്ടത്തിൽ മോശ ഹല്ലേലൂയ ഇസ്രായേലിനോട് പറഞ്ഞൊരു വാക്യമുണ്ട്. ആവർത്തന പുസ്തകം 33:29 ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇസ്രായേലേ നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യരാ. മോശ ഇസ്രായേലേ നീ ഭാഗ്യവാനാണ്, നിനക്ക് തുല്യനാറ്. യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ, അവൻ നിന്റെ സഹായത്തിൻ പരിചയം നിന്റെ മഹിമയുടെ വാടും ആകുന്നു. ഹല്ലേലൂയ. അവിടെ പറയുന്നത് യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ, ഹല്ലേലൂയ, അവൻ നിന്റെ സഹായത്തിന്റെ പരിചയം. നമ്മുടെ കർത്താവ് നമ്മുടെ സഹായത്തിന്റെ പരിചയം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. സഹായത്തിന്റെ പരിചയം നിന്റെ മഹിമയുടെ വാളുമാകുന്നു. നമ്മുടെ മഹിമയുടെ വാള്. ഇവിടെ വാള് എന്നൊക്കെ ഉദ്ദേശിക്കുമ്പോഴേ പുതിയമത്തിലേക്ക് വരുമ്പോൾ ആത്മാവിന്റെ വാളായിരിക്കുന്ന ദൈവവചനത്തെ വാളായിട്ട് നമ്മൾ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നിന്റെ ശത്രുക്കൾ നിന്നോട് അനുസരണം നടിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ദൈവം നമുക്ക് സ്വസ്ഥത തന്നാൽ നമ്മുടെ ശത്രുക്കൾ നമ്മോട് അനുസരണം നടിക്കും. ഹല്ലേലൂയ. മാത്രമല്ല നീ അവരുടെ ഉന്നതങ്ങളിൽ നടകൊള്ളുമെന്ന്. നമ്മുടെ ദൈവം ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കി തരാൻ നമ്മുടെ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്ന് വിശുദ്ധ വേദപുസ്തകമാണ് പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ പഠിപ്പിച്ചതല്ല. ഹല്ലേലൂയ. ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിന് വചനം ഭൂമിയിൽ ഒരു മത നേതാവ് എഴുതിയതോ ഒരു സംഘടന നേതാവ് എഴുതിയ മതത്തിന് സ്ഥാപകൻ എഴുതിയതോ അല്ല. ഹല്ലേലൂയ. ഞാൻ പ്രസംഗിച്ച സത്യവചനം, സത്യവേദ പുസ്തകം. ഹല്ലേലൂയ. ഏകദേശം ഹല്ലേലൂയ 1600 വർഷങ്ങൾ കൊണ്ട് 47 ആളുകൾ പല സ്ഥലങ്ങളിൽ എഴുതിയതാണ്. പ്രൈസ് ദി ലോർഡ്. അതൊന്നിച്ച് കൂട്ടി യോജിപ്പിച്ചൊരു മുത്തുമാല പോലെ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു മതത്തിന്റെ പുസ്തകമല്ല. സത്യവേദ പുസ്തകം ബൈബിൾ ഒരു മതത്തിന്റെ പ്രസ്ഥാനമല്ല, ബൈബിളല്ല. ഇത് ക്രിസ്ത്യാനികളുടെ മാത്രം ബൈബിളല്ല. ചിലരുടെ ചിന്ത ഇത് ക്രിസ്ത്യാനികൾ ബൈബിളാണ്. ഞാൻ സുവിശേഷ പ്രവർത്തനമായിട്ട് പല വീടുകൾ കയറി ചെന്ന സമയങ്ങളിൽ ഹല്ലേലൂയ ഈ ദൈവത്തിന്റെ ബൈബിൾ കൊടുത്തിട്ടുണ്ട് പലർക്കും. അപ്പൊ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങളുടെ ബൈബിളല്ലേ, ഞങ്ങൾക്ക് എന്തിനാ ഇത്, ഞങ്ങളുടെ വീട്ടിൽ ഇത് ഇരുന്നിട്ട് എന്താ കാര്യമെന്ന്. അപ്പൊ ഞാൻ അവരോട് സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ ബൈബിളില്ല. നമുക്കെല്ലാവർക്കും വേണ്ടി ദൈവം ബൈബിൾ തന്നിട്ടുണ്ട്. ഈ ബൈബിൾ നമ്മുടെ എല്ലാം സ്വന്തമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ബൈബിളിനെ നിഷേധിച്ച് കളയാതെ അതിനൊരു ജാതികളുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം ജനത്തിന്റെ അല്ലെങ്കിൽ ക്രൈസ്തവരുടേതായിട്ട് മാത്രം നിങ്ങൾ കാണാതെ നിങ്ങൾ നിങ്ങളുടേതാണെന്ന് പറഞ്ഞ് ഈ ബൈബിൾ വാങ്ങുന്നെങ്കിൽ, നിങ്ങൾ വായിക്കുന്നെങ്കിൽ ആ വചനം നിങ്ങളോട് സംസാരിക്കും. അങ്ങനെ ഞാൻ ചിലർക്ക് ബൈബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നത്തെ ചിലവർ പറഞ്ഞിട്ട് പാസ്റ്ററെ ആ വചനം വായിച്ച് ഒരുപാട് സമാധാനം കിട്ടിയത്. ചിലർ ബൈബിൾ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. പലരും ഇന്നും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, പാസ്റ്ററെ ബൈബിൾ ഒരെണ്ണം തരാവോ? നമ്മുടെ കൊടുക്കാനില്ല. ഹല്ലേലൂയ. പക്ഷെ എന്നാലും ആവശ്യക്കാരെ അറിയാം. എന്തുകൊണ്ടാണ്? ഈ ബൈബിളിനകത്ത് സ്വസ്ഥതയുണ്ട്, ഈ ബൈബിളിനകത്ത് സമാധാനമുണ്ട്, ഇതിനകത്ത് വിശ്രമമുണ്ട്. ശത്രുക്കളെ മിത്രമാക്കുന്നതാണ്. ശത്രുക്കൾ നമ്മൾ അനുസരണം നടിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ദൈവത്തിന്റെ വചനത്തിന്റെ ആ മഹാത്മ്യം അനവധി ആളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ലോകമെമ്പാടും 7 ഭൂഖണ്ഡങ്ങളിൽ കോടാനുകൂടി ജനം ഓരോ ദിവസവും കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരന്ത്യകാലഘട്ടത്തിന്റെ ഉണർവിലാണ് ലോകം മുഴുവൻ. അതിനെ തടയിടുവാൻ വേണ്ടി സാത്താൻ പല തന്ത്രങ്ങളിൽ ശ്രമിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അന്ത്യകാല ഉണർവിലേക്ക് ദൈവസഭ വളരുമ്പോൾ, അന്ത്യകാല ഉണർവിലേക്ക് ദൈവസഭ വളർത്തപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ കാലഘട്ടത്തിൽ ദൈവ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല കുടില് തൊട്ട് കൊട്ടാരത്തിൽ പാർക്കുന്ന സകല ജനത്തിനുവേരും ഇരമിയാവിനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ദൈവം അഭിഷേകം ചെയ്ത് പ്രവാചക ദൃഷ്ടി നിയമിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ ശൈശവത്തിൽ, ബാല്യത്തിനും, കൗമാരത്തിൽ, യൗവനത്തിൽ, വാർദ്ധക്യത്തിലും നിരാലംബരും വൃദ്ധരും അശരണരും യാചകരും ഓർഫനേജിലും വോൾട്ടേജും ജോയിലും തടവറയിലൊക്കെ കിടക്കുന്ന സകല ജനത്തിന്മേലും ദൈവം അഭിഷേകം പകരാൻ ആഗ്രഹിക്കുക. അന്ത്യകാല ഉണർവ് നമുക്കിനെ തടയാൻ പറ്റത്തില്ല. അനവധി ആളുകളെ പാപത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ച്, അകൃത്യത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ച്, പാപത്തിന്റെ ബന്ധനത്തെ വിടിപ്പിച്ച് അവരെ നിത്യസുവിശേഷയുടെ ഹൃദയത്തിന്റെ ഉള്ളിലാക്കി പുതിയൊരു ഹൃദയം നൽകി അവരുടെ ജീവിതത്തിലെ ഇരുട്ടിന്റെ അധികാരത്തിനെ വിടിവിച്ച് സമാധാനത്തിന്റെ ദൈവം ഹല്ലേലൂയ അവരുടെ ഉള്ളിൽ വസിക്കാൻ ആഗ്രഹിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത വരും, വിശ്രാമം വരും. അതിനെ തടയിടുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവചനത്തിന് ബന്ധമില്ല. ദൈവവചനത്തെ ആർക്കും ബന്ധിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന് അതെ ഒരു മനുഷ്യനെ ശത്രുക്കൾ വളയുമ്പോൾ ഹല്ലേലൂയ അവന് വിശ്രമിക്കാൻ കഴിയത്തില്ല. ഒരു മനുഷ്യനെ ശത്രുക്കൾ വളയുമ്പോൾ ആ മനുഷ്യൻ ഒരിക്കലും വിശ്രമം കിട്ടത്തില്ല.
അവന്റെ സ്വസ്ഥത മുഴുവൻ തകരും. ഹല്ലേലൂയ. എന്നാൽ ശത്രുക്കൾ എന്ത് ചെയ്യുമോ എന്ന് ഏത് തന്ത്രം ഉപയോഗിക്കുമോ, ഏത് കുഴി വെട്ടി വെച്ചിരിക്കുന്നുവോ എന്നതിലും നമ്മൾ ചിന്തിച്ചേക്കാം. ശത്രുക്കളെ വളയുമ്പോൾ ശത്രു നമുക്ക് എന്തെല്ലാം ചെയ്യും, അവൻ എന്തെല്ലാം പ്രയോഗിക്കും, അവൻ എവിടൊക്കെയാണ് നമുക്കൊരു കുഴി വെട്ടി, അവൻ എന്തെല്ലാം പാര പണിയും, അവനിൽ എന്തെല്ലാം സൂത്രം പണിയും എന്നൊക്കെ നമുക്കിത് ശത്രുവിനും തന്ത്രങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആകുല ചിന്തകൾ നമ്മുടെ മനസ്സിൽ കടന്നു വരാം. പക്ഷെ നീ പറയണം, ഹല്ലേലൂയ, ഞാൻ യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമാണ്. ഹല്ലേലൂയ. എന്റെ ശത്രുക്കൾ എന്നോട് അനുസരണ മനോഭാവം കാണിക്കും. അനുസരണം കാണിക്കത്തക്ക നിലയിൽ എന്റെ ശത്രുക്കളെ മിത്രമാക്കി എടുക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് ശത്രുക്കൾ മുഖാന്തരം എന്റെ സ്വസ്ഥത നഷ്ടപ്പെടത്തില്ല, എന്റെ വിശ്രാമം നഷ്ടപ്പെടത്തില്ല, സമാധാനം നഷ്ടപ്പെടത്തില്ല. ഞാൻ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ, അതുകൊണ്ട് ഞാൻ സമാധാനത്തോടെ ജീവിക്കും. സമാധാനത്തിന്റെ ദൈവം എന്റെ ഉള്ളിലുണ്ട്. എനിക്കെതിരെ ശത്രുവിനെ ചവിട്ടിക്കളയുവാൻ അധികാരം കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. ആ ഒരു ദൃഢവിശ്വാസം നിങ്ങൾക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ തകർന്നു പോകരുത്. നിങ്ങൾ താളടിയായി മാറരുത്. നീ അനുഗ്രഹിക്കപ്പെടണം. നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്. നിനക്ക് നല്ലൊരു സന്ദർഭത്തെ ദൈവം തന്നിട്ടുണ്ട്. നിനക്ക് മുമ്പോട്ട് ഒരുപാട് യാത്ര ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഏലിയാവിനോട് പറഞ്ഞ പോലെ, ഏലിയാവ് ചൂരച്ചുരെടുത്ത് തണലിൽ കിടന്ന് മരിക്കാൻ ഒരുങ്ങിയപ്പോൾ ദൂതൻ അവന് ഭക്ഷണം കൊണ്ട് കൊടുത്ത് എഴുതിപ്പിച്ചു പറഞ്ഞു, ഏലിയാവെ, നീ ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടന്ന് മരിക്കേണ്ടവനല്ല, നിനക്ക് ദൂരെ യാത്രയുണ്ട്. അത് സ്നേഹിത, നിങ്ങൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 17, 18, 19 വായിക്കുന്നത് ഏലിയാവിന്റെ കഥ, ഏലിയാവിന്റെ സംഭവം നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പൊ ഏലിയാവിനോട് പറഞ്ഞു, എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിന്റെ മരണത്തെ ശത്രു ആഗ്രഹിക്കുന്ന മരണം, നിന്റെ ജീവൻ എടുക്കാൻ സാത്താൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, നിന്റെ ആത്മാവിനെ മരണത്തിൽ വിട്ട് കൊടുക്കരുത്. എനിക്ക് നിന്നെ കുറിച്ച് പദ്ധതിയുണ്ട്, എനിക്ക് നിന്നെ കുറിച്ച് പ്ലാനുണ്ട്. നിന്റെ കുടുംബത്തെ കുറിച്ച്, നിന്റെ മക്കളെ കുറിച്ച്, നിന്റെ തലമുറയെ കുറിച്ച്, നിന്റെ ഭർത്താവിനെ കുറിച്ച്, ഭാര്യയെ കുറിച്ച്, നിന്നെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. നിന്നിലൂടെ ചിലത് ചെയ്യുവാനുണ്ട്. നിനക്ക് ചില ദൂര യാത്രകളുണ്ട്. ഫ്രൈസറോ, കർത്താവ് പലരെയും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകട്ടെ. സ്വസ്ഥതയും സമാധാനവും വിശ്രമവും നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെട്ടാൽ നിങ്ങൾ സമ്പന്നനായി മാറും. ഹല്ലേലൂയ. നിങ്ങൾ ഏത് പരാജയത്തിന്റെ പടുകുഴിയിലായിരുന്നാലും, ഏത് പരാജയത്തെയാണ് നിങ്ങൾ അല്ലെങ്കിൽ തരണം ചെയ്യുന്നത്, അതിനെ അതിജീവിക്കാൻ കഴിയാതെ കണ്ണുനീരോടെ ആമേനായിരിക്കുന്ന സഹോദര സഹോദരി, കർത്താവ് നിനക്കൊരു വിശ്രമം തരുമെന്ന് പറഞ്ഞാൽ നിനക്കത് ആവശ്യമല്ലേ? ഹല്ലേലൂയ. കടക്കെണി കൊണ്ട്, സാമ്പത്തിക ഞെരുക്കം കൊണ്ട്, മാരകമായ രോഗം കൊണ്ട്, മഹാവ്യാധി കൊണ്ട് ആമേ സ്തോത്രം വളരെ ഭാരപ്പെടുന്നുണ്ട്. മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയ സ്നേഹിത, ആമേ സ്തോത്രം, ആമേ യേശു കർത്താവ് പിതാവ് വാഗ്ദത്തം ചെയ്തതുപോലെ തന്റെ ജനമായി ഇസ്രായേലിന് സ്വസ്ഥത നൽകിയിരിക്കുന്ന യഹോവ നിനക്ക് സ്വസ്ഥത നൽകാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരിക. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ ഉദാഹരണം നമുക്കൊരു മനസ്സിലാക്കാൻ കഴിയും, നമ്മുടെ സ്വസ്ഥത എങ്ങനെ നഷ്ടപ്പെടും. ഉദാഹരണം, നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ താമസിക്കുമ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേറ്റു, രാവിലെ ഇന്ന് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്തു, ജോലിയെല്ലാം കഴിഞ്ഞ് മടങ്ങി വന്ന് വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നിങ്ങൾ ലൈറ്റ് അണയ്ക്കുന്ന സമയം, ലൈറ്റ് അണച്ച് നിങ്ങൾ കിടക്കാൻ ഒരുങ്ങുമ്പോൾ, നിങ്ങൾ കിടക്കയിലായിരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിനകത്ത് വലിയൊരു ശബ്ദം, വലിയൊരു ഒച്ചയൊക്കെ കേട്ടാൽ നിങ്ങൾ പെട്ടെന്ന് ചാടി എണീക്കും. ഹല്ലേലൂയ. അടുക്കളയിൽ എന്തോ വീണു, പാത്രം എന്തോ വീണു, മുറിക്കകത്ത് എന്തോ ശബ്ദം കേട്ടു, കതകിനാരോ തട്ടി, അല്ലെങ്കിൽ ജനലാരോ തട്ടി, എന്തോ ഒരു ശബ്ദം, കഥവ് തുറക്കുന്നവരെ തോന്നി. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വിഷയമുണ്ട്, ഞാൻ കേട്ടോ. അല്ലെങ്കിൽ പറയുന്നവരെ അല്ലെങ്കിൽ പറഞ്ഞ് പ്രാർത്ഥി, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു സംഭവം പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മുടെ സ്വസ്ഥത കൂടെ നഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങൾ പെട്ടെന്ന് ഭയന്നാണ് എഴുന്നേക്കുന്നത്. പെട്ടെന്ന് ഭയന്ന് എഴുന്നേറ്റ് വളരെ ഭയപ്പെട്ടാണ് നിങ്ങൾ ലൈറ്റ് പോലും ഇടുന്നത്. അങ്ങനെ ലൈറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. ശബ്ദം കേട്ട എവിടെയാണെന്ന് ചെല്ലാൻ വേണ്ടി, ശബ്ദം കേട്ട ഏത് ഭാഗത്താണ് ചെല്ലുമ്പോൾ കഥവ് തുറക്കാതെ നിങ്ങൾ പലരും വിറക്കുക. പലരും ഇന്നത്തെ കാലഘട്ടത്തിൽ എഴുന്നേക്കാതെ വലിയ പുതപ്പിട്ട് മൂടി പുതച്ചാൻ കിടക്കും. അങ്ങനല്ലേ സ്വതം പ്രൈസാണ്. എന്നിട്ട് ചിലരെങ്കിലും എഴുന്നേറ്റ് കഴിയുമ്പോൾ പിന്നെ ഈ ശബ്ദം കേട്ടിടത്തേക്ക് എന്ത് ചെയ്യും? ഒന്നും വലിയ മാരകമായ ആയുധങ്ങളോ ഇല്ല, വടിയോ ഒക്കെ ശേഖരിച്ചിട്ടാണ് ചെല്ലുന്നത്. എന്താ? ശത്രുവാണെങ്കിൽ അടിക്കാൻ വേണ്ടി. ചിലപ്പോൾ ഇടജാതികളായിരിക്കും, ചിലപ്പോൾ മനുഷ്യനായിരിക്കും, ചില കള്ളനായിരിക്കും. ഒരു നിമിഷം കൊണ്ട് നിങ്ങളുടെ സ്വസ്ഥത നഷ്ടപ്പെടും. പ്രൈസലോ, ഒരു നിമിഷം കൊണ്ട് നിങ്ങളുടെ സ്വസ്ഥത നഷ്ടപ്പെടും. നിങ്ങൾ പകൽ മുഴുവൻ അധ്വാനിച്ചു. അധ്വാനം കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ വന്ന് കിടക്കി വിശ്രമിക്കുക. ആ വിശ്രമത്തെ ഇല്ലായ്മ, അതിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നതിന്റെ സമാധാനം നഷ്ടപ്പെടാൻ സാത്താൻ എന്തെങ്കിലും ശബ്ദം കൊണ്ടുതരും. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ സമാധാനം നഷ്ടപ്പെട്ടില്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. നിങ്ങൾ പെട്ടെന്ന് ഹല്ലേലൂയ
നിങ്ങൾ അതിനകത്ത് ഭയപ്പെട്ടു പോകാതെ, നിങ്ങളുടെ സ്വസ്ഥ വിശ്രമം നഷ്ടപ്പെട്ടു പോകാതെ, നിങ്ങൾ ആ കാര്യത്തെ വളരെ ഗൗരവത്തോടു കൂടി കണ്ടിട്ട് നിങ്ങൾ ആത്മധൈര്യമുള്ളവരായി മാറണം. നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾ സ്വസ്ഥത കൊണ്ടുവരണം, ഒരു സമാധാനം കൊണ്ടുവരണം. നിങ്ങൾ കേട്ട ശബ്ദം എന്താണോ, നിങ്ങളെ ഭയപ്പെടുത്തിയ അനുഭവം ഏതാണോ, അതിന് നിങ്ങൾ സാവധാനം നിങ്ങളതിനെ ആരോട് പ്രതികരിക്കാൻ തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്. അതിന് ദൈവകൃപ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ഭക്തന്മാരുണ്ട്. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്നവരെ സ്നേഹിതരെ, നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്താൻ പിശാച് പല പദ്ധതിയുമായിട്ട് വരും. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്റെ കുടുംബത്തിന്റെ സ്വസ്ഥത, വിശ്രാമം, സമാധാനം നഷ്ടപ്പെടുന്നതിനെ അഥവാ പാതാളത്തിലേക്ക് തള്ളുവാൻ വേണ്ടി സാത്താൻ പല അസ്വസ്ഥതകളും നിന്റെ കുടുംബത്തിൽ കൊണ്ടുവരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. അതൊന്നും കണ്ട് നിന്റെ മനം കലങ്ങിപ്പോകരുത് കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പം കാനാൻ ദേശത്തിലെ 7 ജാതികളെ 41 രാജാക്കന്മാരും ഹല്ലേലൂയ ഇസ്രായേലിയരുടെ ശത്രുക്കളായിരുന്നു. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേൽ ജനത്തിന് ആ വാഗ്ദത്ത ദേശത്തേക്ക് കനാനിലേക്ക് പ്രവേശിപ്പാൻ ഹല്ലേലൂയ 40 സംവത്സരം ഹല്ലേലൂയ മരുഭൂമിയിലൂടെ കടന്നു വന്ന ജനത്തിന് ഹല്ലേലൂയ അവിടെ ഉണ്ടായിരുന്ന 7 ജാതികൾ 41 രാജാക്കന്മാരും അവർക്ക് ശത്രുക്കളായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. 7 ജാതികളും 41 രാജാക്കന്മാരും അവർക്ക് ശത്രുക്കളായിരുന്നു. അവരെ നശിപ്പിക്കുന്നത് വരെ അവർക്ക് വിശ്രമിക്കാൻ കഴിയില്ലായിരുന്നു. ആ 41 രാജാക്കന്മാരെയും 7 ജാതികളെ നശിപ്പിക്കുന്നതിന് വരെ ഇസ്രായേൽ മക്കൾക്ക് ഒരു സ്വസ്ഥതയുമില്ലായിരുന്നു, ഒരു വിശ്രമവും ഇല്ലായിരുന്നു, സമാധാനവും ഇല്ലായിരുന്നു. ഹല്ലേലൂയ. യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിയർ യുദ്ധം ചെയ്തു, സമാധാനം പ്രാപിച്ചു. ന്യായാധിപന്മാരുടെ കാലത്ത് അവർ വിശ്രാമത്തിലേക്ക് പ്രവേശിച്ചു. യോശുവയുടെ കാലഘട്ടത്തിൽ ആ 7 ജാതികളോടും ആ 41 രാജാക്കന്മാരോടും ഇസ്രായേൽ മക്കൾ യുദ്ധം ചെയ്തു. ഇന്നത്തെ കാലത്ത് യുദ്ധം ചെയ്യുന്ന ആരാണോ? 20 വയസ്സിൽ താഴോട്ടുള്ളൂ കേട്ടോ. കനാനിലേക്ക് പ്രവേശിക്കാൻ 20 വയസ്സിന് താഴോട്ടുള്ളവരാ. 20 വയസ്സ് മുകളിലോട്ടുള്ളവരുണ്ടായിരുന്നു മരുഭൂമിയിൽ ദൈവത്തോട് മത്സരിച്ചുകൊണ്ട് അവരെല്ലാം പെട്ടുപോയി. അപ്പൊ ഇവരെയും കൊണ്ട് ഈ 20 വയസ്സ് താഴോട്ടുള്ള ആളുകളുണ്ട്. ഈ 7 ജാതികൾ 41 രാജാക്കന്മാരെ നിഗ്രഹിച്ച് ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനം സ്വസ്ഥത പ്രാപിച്ചു. അവർ വിശ്രാമത്തിലേക്ക് വന്നു, അവർ സമാധാനത്തിലേക്ക് വന്നു. അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിനക്കെതിരെ നിൽക്കുന്ന കനാന്യ ജാതികൾ രാജകീയ ശക്തികളെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം നിനക്ക് വചനമാകുന്ന വാൾ നിന്റെ ഹൃദയത്തെ തന്നിട്ടുണ്ട്. നീ പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ വചനം പറഞ്ഞ്, വാഗ്ദത്തം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിന്റെ വാളായിരിക്കുന്ന വചനം നിനക്കെതിരെ ശത്രുവിനെ തകർക്കും. നമ്മൾ മാരകായുധമൊന്നും എടുക്കണ്ട. ഭൂമിയിലുള്ള മനുഷ്യൻ ചെയ്യുന്നില്ല. നമ്മൾ ആ ഒരു യാത്രികമായ ആയുധങ്ങൾ എടുത്ത് പോരാടണ്ട. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആയുധം വാള് വചനമാണ്. വചനം ചൊല്ലി പ്രാർത്ഥിക്കണം, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം, വാഗ്ദത്ത വചനങ്ങളെ പറഞ്ഞ് നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഒരിക്കലെങ്കിലും നിനക്ക് പ്രാർത്ഥിക്കാൻ കർത്താവ് മിസ്രയീമിൽ പുറപ്പെട്ടു വന്ന നിങ്ങളുടെ പിതാക്കന്മാർ, ആ മിസ്രയീം ദേശത്ത് പുറപ്പെട്ടു ഞങ്ങളുടെ പിതാക്കന്മാർ കനാൻ രാജ്യത്തിലേക്ക്, കനാൻ ദേശത്ത് പ്രവേശിക്കണമെങ്കിൽ ആ 7 ജാതികളെ 41 രാജാക്കന്മാരെ നീക്കിക്കളയുവാൻ വിശ്രമമില്ലാതെ പോരാടി. പിന്നത്തെ വിശ്രമം ലഭിച്ചതുപോലെ കർത്താവേ ഞങ്ങൾക്കൊരു വിശ്രാമം തരണമേ എന്ന് വാഗ്ദത്തങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ ദൈവം നിനക്ക് വിശ്രാമം തരും. ഇത് പകൽ വിശ്രമമില്ലാത്ത, സ്വസ്ഥതയില്ലാത്ത ചില കുടുംബങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിന്റെ കുടുംബത്തിലെ ശത്രുവിനെ ദൈവം നീക്കാൻ ആഗ്രഹിക്കുക. നിന്നെ തകർക്കുന്ന, നിന്നെ ഉടയ്ക്കുന്ന, നശിപ്പിക്കുന്ന, നിന്റെ ജീവിതത്തെ നശിപ്പിച്ചുകൾ, നിന്റെ തലമുറയെ നശിപ്പിക്കുന്ന ചില പാപത്തിന്റെ കെട്ടുകളെ, പാപത്തിന്റെ ശക്തികളെ ദൈവം നീക്കാൻ ആഗ്രഹിക്കുക. ചില ആഭിചാര, മന്ത്രവാദ, ദുർമന്ത്രവാദ, ഭൂതാരാധന, ചില ഭൂതാത്മാക്കളുടെ പോരുകൾ നിനക്ക് നിലയുണ്ട്. നിനക്ക് ചില മന്ത്രവാദ ശക്തികളുണ്ട്. അതിനെ ദൈവം നീക്കാൻ പോവുകയാണ്. നിനക്ക് സ്വസ്ഥത തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് വചനം വിശ്വസിക്കുന്ന ആളാണ്. പ്രൈസ്. അതാ എന്റെ നിലനിൽപ്പ് കേട്ടോ. സ്തോത്രം. ദൈവം നിന്നെ കൈവിട്ട് കളയില്ല. ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഇബ്രായലേഖനം 13 വായിച്ചാൽ കാണാൻ കഴിയും. പ്രൈസ്. ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല, ഒരാളെ കൈവിടുകയില്ല. അതേ നിനക്ക് സ്വസ്ഥത ദൈവം ആഗ്രഹിക്കുക. മരണം മതി എന്ന് പറഞ്ഞ് കാമലിക്കുന്ന യുവക്കന്മാരെ, കൗമാരക്കാർ, യൗവനക്കാരിയോട് പറയട്ടെ, മാതാവിനോട് പറഞ്ഞത് മരിച്ചാൽ മതി, ഇനി ജീവിക്കണ്ട എന്ന് പറഞ്ഞ് വിഷക്കുപ്പി ഇതിന്റെ കയ്യിലുണ്ടോ? അത് വലിച്ചെറിയതേ. തൂങ്ങി മരിക്കാൻ വേണ്ടി നീ കയറോ, സാരി തുണിയോ മുണ്ടോ എടുത്തു വെച്ചിട്ടോ അതിനെ വലിച്ചു ദൂരക്കളാം. മരിക്കാൻ വേണ്ടി വണ്ടിയുടെ മുമ്പ് ചാടാനോ പെട്രോളോ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാനായിരിക്കും അതിനെടുത്ത് വലിച്ചെറിയ. നീ ആറ്റിലോ പുഴയിലോ ചാടി മരി, നിന്റെ ചിന്തകളെ നീ പുറത്തെറിഞ്ഞ് കളാം. നീ പറ 7 ജാതികളെ നീക്കിക്കളയുവാൻ
41 രാജാക്കന്മാരെ ജയിപ്പാൻ സാജനത്തിന് ശക്തി കൊടുത്ത ദൈവമേ, ന്യായാധിപന്മാരുടെ കാലത്ത് അവർ സ്വസ്ഥത കൊടുത്ത ദൈവമേ, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധികളുടെ നിലവിലെ ഈ ജാതികളെ, ഈ പോരുകളെ നീക്കിക്കളഞ്ഞ് എനിക്ക് സ്വസ്ഥത അനുഭവിപ്പാൻ, ഞാൻ എൻ്റെ കുടുംബ സ്വസ്ഥതയിലേക്ക് വരുവാൻ ആ മഹാകൃപ എനിക്ക് നൽകണമെന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ട് ദൈവത്തിനെ വിടുവിക്കും. നീ മരിക്കേണ്ടി വരത്തില്ല, നീ ജീവിച്ച് കാണിക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാവ്, നീ മരിക്കാനാ ഒരുങ്ങുന്ന, നീ മറ്റുള്ളവർ ജീവിച്ച് കാണിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ജീവിച്ച് കാണിക്കണം. രക്തം ചെയ്യും. അതാണ് ഒരുവന്റെ ജീവിതം. അല്ലാതെ വെല്ലുവിളിച്ച് വേട്ടോ ഞാൻ നിന്നെ കാണിച്ചു തരാം, ഞാൻ നിനക്കൊരു പണി വെച്ചിട്ടുണ്ട്, അതല്ല. അത് നിന്റെ പരാജയമാണ്. നീ ഇവരെ നിനക്ക് കാണിച്ചു തരാം, നിങ്ങൾ പഠിക്കും, നിങ്ങളെ ഞാൻ കോടതി കയറ്റി, നിങ്ങളെ പോലീസ് സ്റ്റേഷൻ കയറ്റി, ഇതൊക്കെ പണം നിന്റെ പരാജയത്തിന്റെ അർത്ഥശൂന്യമായ വാക്കുകൾ, വിവേകമില്ലാതെ പോയത് കൊണ്ടാണ്. അല്ലേ? നീ പോയാൽ നിനക്ക് നഷ്ടം തന്നെ, മറ്റുള്ളവർക്ക് ഒരു കുഴപ്പമില്ല. കുറച്ച് നാൾ അവരെ ദുഃഖി, പിന്നെ അതങ്ങ് മാറും, നിന്നെ പോലും മറന്നു പ്രൈസലോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മടങ്ങി വരാം. അല്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അല്ലേ? 2 ദിവസം 14 വാക്യം ഇങ്ങനെ കാണുന്നത്, യഹോവ അവന് വിശ്രാമം നൽകിയതുകൊണ്ട് ദേശത്ത് സ്വസ്ഥത ഉണ്ടാകിയാലും ആ സംവത്സരങ്ങളിൽ അവന് ജയം ഇല്ലായ്മയാലും. അല്ലേലൂയ. അവൻ യഹൂദയിൽ ഉറപ്പുള്ള പട്ടണങ്ങളെ, അല്ലേലൂയ, അവന് അവിടെ കാണുന്നത് യഹോവ അവന് വിശ്രമം നൽകിയത് കൊണ്ട് ദേശ സ്വസ്ഥത ഉണ്ടാകിയാലും ആ സംവത്സരങ്ങളിൽ അവന് യുദ്ധം ഇല്ലായികയാലും. യുദ്ധം, അല്ലെ? യുദ്ധമില്ലായികയാലും അവൻ യഹൂദയിൽ ഉറപ്പുള്ള പട്ടണങ്ങളെ പണിതു. അല്ലേ? ഇപ്പൊ ചില സമയം നമുക്ക് ജയപരാജയങ്ങളുണ്ട്, ചിലപ്പോൾ നമുക്ക് ജയമില്ലാതെ വരും, യുദ്ധം തന്നെയായിരിക്കും. എന്നാൽ ചില സമയത്ത് യുദ്ധമില്ലാതെ ജയം മാത്രമായിരിക്കും. അതുകൊണ്ടാണ് വചനം പറയുന്നത് അവന് യുദ്ധമില്ലായ്മയാലും. അല്ലേ? ചിലർക്ക് ജയമില്ലായ്മ വന്നിട്ടുണ്ട്, അത് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. പക്ഷെ ജയമില്ലായ്മ വരുന്നിടത്തും യുദ്ധത്തെ നേരിട്ട് പിന്നത്തേതിൽ ആ യുദ്ധത്തെ ജയിച്ച് സ്വസ്ഥതയിലേക്ക് ദൈവം കൊണ്ടുവന്നിട്ടുണ്ട്. പ്രൈസലോ. അതുകൊണ്ട് ഇത് പകൽ കഷ്ടസഹിത പ്രിയപ്പെട്ടു വരട്ടെ, വായിച്ച വചനത്തിലേക്ക് വരട്ടെ. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 56-ാമത്തെ വാക്യം, തന്റെ ജനമായ ഇസ്രായേലിന് സ്വസ്ഥത നൽകിയിരിക്കുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ തന്റെ ദാസനായ മോശ മുഖാന്തരം അരുളിച്ചെയ്ത അവന്റെ നല്ല വാഗ്ദാനങ്ങളിൽ വെച്ച് ഒന്നിനും നിഷ്ഫലമായിട്ടില്ലല്ലോ. അതെ, ഇസ്രായേലിന് സ്വസ്ഥത നൽകിയ ദൈവം സ്വസ്ഥത നൽകുവാൻ ആഗ്രഹിക്കും. ഏത് വിഷയത്തിന്റെ പ്രാർത്ഥിക്കുന്നത്, ഏത് വിഷയത്തിന്റെ മുന്നിൽ ബലം കലകിയിരിക്കുന്നത് എന്നോടൊപ്പം ചേർന്ന് പറയുമ്പോൾ, കർത്താവ് എനിക്ക് വിശ്രമ, സ്വസ്ഥത, അസമാധാനം ആവശ്യമാണ്. അങ്ങേക്ക് മാത്രമേ തരാൻ കഴിയുള്ളൂ. അങ്ങ് കലക്കത്തിന്റെ ദൈവമല്ലല്ലോ, അങ്ങ് സമാധാനത്തിന്റെ ദൈവമാണല്ലോ. സാത്താന്റെ കാൽ കീഴിൽ ചതച്ചു കളയും എന്നെ വാർത്തത്വം നിന്നുമല്ലോ. കർത്താവ് എനിക്ക് ജീവിക്കണം, മറ്റൊരു ജീവിച്ച് കാണിക്കണം. മരണത്തെ വലിച്ചെറിയുന്നു, മരണത്തിന്റെ ചിന്തകൾ വലിച്ചെറിയുന്നു. ഇതുപോലെ അങ്ങേക്ക് വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എന്നോട് പ്രാർത്ഥിച്ചാൽ ഇന്ന് പകലൊരു ജയം ദൈവം നേരത്തെ ഇതിന്റെ പരാജയം ദൈവത്തിന് മാനിക്കും. കണ്ണുകളടയ്ക്ക്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വര പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ പല രാജ്യങ്ങൾ 800 കോടി ജനത്തിനായി തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ, ലൂരിയ, കേരളത്തിലെ ദിവസം തൊഴിലാളികൾ, ലോകരാജ്യ രാഷ്ട്ര തലവന്മാർ, അലുയ, ആമെ, മത, സാമൂഹിക, സാംസ്കാരിക, മാധ്യമ, മീഡിയ രംഗം, സയൻസ്, എഞ്ചിനീയർ അടക്കം, ലൂരിയ, എല്ലാ ഭരണവിശ്വാസികളെയും, ഹല്ലേലൂയ, ശേഷത്തിൽ ബാല്യ കൗമാരി യുവരത്തിൽ വാർന്നിരാൻപുരത്തിൽ അച്ഛൻ യാച റോട്ടിനെ ചോട്ടൻ തലമുറയിലായിരിക്കുന്ന കടക്കടിയിലൂടെ കടന്ന മാരകമായ രോഗത്തിന് അതിന് തകർന്ന കുടുംബങ്ങൾ, സ്വസ്ഥമാക്കപ്പെട്ട കുടുംബങ്ങൾ, വ്യക്തികൾ, ജീവിതങ്ങൾ, എല്ലാ മേഖലയിലും, ജോലി സ്ഥലത്ത്, കർത്താവി, അമിക്കാമി, എല്ലാ മേഖലയിലും സ്വസ്ഥതയും വിശ്രാമവും സമാധാനമില്ലാതെ കടന്നു പോകുന്ന, മരണത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന അനവധി ആളുകൾക്ക് പകൽ കർത്താവി സ്വസ്ഥത കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ, അവർക്ക് വലിയ വിശ്രമം കൊടുക്കണമേ, അവരുടെ പ്രതിസന്ധികളിൽ നിന്ന് അവരെ വിടിവിക്കണം കർത്താവി. ശത്രു ഒരിക്കലും ഒരു കുടുംബത്തെ തകർക്കുവാൻ, മരണത്തിന് വിധിക്കപ്പെടും, മരണത്തിലേക്ക് വലിച്ചുകൊണ്ട് ഒരു കുടുംബത്തെ അനുവദിക്കാതെ പ്രാർത്ഥിക്കുന്നു. എല്ലാ ജാതി, മത, വർഗ വ്യത്യാസമില്ലാതെ കുടിലൂട്ട് ഒട്ടാഞ്ചി വരെ പാർക്കുന്ന സകല ജനത്തെ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല മുഖത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.